നമുക്ക് അന്ന് പണ്ട് മിസ്സായി പോയ നമ്മുടെ ചിപ്പ് വെച്ച കറൻസി ഇല്ലേ, അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഈ പൈസയൊക്കെ ആർക്ക് വേണം? എനിക്ക് വേണ്ട, ഞാനൊക്കെ അപ്ഗ്രേഡ് ആകാൻ പോകും. അതെ ഗൈസ്, നമ്മുടെ ഗവൺമെൻറ് പുതിയതായിട്ട് കറൻസി ഇറക്കാൻ പോകും. സാധാ കറൻസി അല്ല, അതായത് പ്ലാസ്റ്റിക് കറൻസി. വെറും പ്ലാസ്റ്റിക് അല്ല, പോളിമർ പ്ലാസ്റ്റിക്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പെട്ടെന്ന് കീറില്ല, ചുരുണ്ട് മടങ്ങില്ല, അതേപോലെ തന്നെ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും. മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഇനി ആ കറൻസി എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഏകദേശം ഇതുപോലത്തെ ഒരു കറൻസി ആയിരിക്കും. ഇത് UAE കറൻസിയാണ്. നാട്ടിലുള്ള കറൻസി അതിനനുസരിച്ച് മാറും. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം എന്താ വെച്ചാൽ ഫേക്ക് ആയിട്ടുള്ള കറൻസീസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കുറേയൊക്കെ. വേറെയുള്ള രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താ, മെയിൻറ്റെയിൻ ചെയ്യാൻ അത് പ്രിൻറ്റിങ് കോസ്റ്റ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. മൂന്നാമത്തെന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് കീറില്ല. അതാണ് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ്. നമുക്ക് അല്ലെങ്കിൽ ബാങ്കിലൊക്കെ പോയി ക്യൂ നിൽക്കേണ്ടി വരും കീറി കഴിഞ്ഞാൽ. അതിനൊന്നും ആവശ്യമില്ല. ഈ USA, അതേപോലെ കാനഡ, ഓസ്ട്രേലിയ ഇതുപോലത്തെ രാജ്യങ്ങളൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പോളിമർ കറൻസി തന്നെയാണ്. പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ ക്യാഷ് ഫ്ലോത്തിന് മൊത്തത്തിൽ മാറ്റി മറിക്കും. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ഇത് ആദ്യം തന്നെ മൊത്തം എല്ലാ നോട്ടിലൊന്നുമില്ല, 10-20 പോലുള്ള ചെറിയ നോട്ടുകളിൽ മാത്രമായിട്ടാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ച് പിന്നെ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാവും ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കണ്ടൻസിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യും പ്ലീസ്.